ഷാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് സംസാരിച്ച കാര്യം, നാം കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധികൾക്കകത്തും ദൈവത്തിന് പ്രത്യേകം പദ്ധതിയുണ്ട്. നമ്മുടെ ഉയർച്ചകൾക്കും നമ്മുടെ അലച്ചിലുകൾക്കെല്ലാം അപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് നാം തിരിച്ചറിയാനായിട്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. 107-ാമത്തെ സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ഹല്ലേലൂയ. ദൈവികമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ എത്തണമെങ്കിൽ ചിലപ്പോൾ നാം പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും വ്യത്യസ്തമെന്നല്ല, ഉയർന്നിരിക്കുന്നു. ഉയർന്ന വഴികൾ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തൂടെയാണ് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ ലോക മനുഷ്യനോടും സമൂഹത്തിനൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവൻ്റെ കഷ്ടത കണ്ടപ്പോൾ, അവൻ കടന്നുപോയ ശോധന കണ്ടപ്പോൾ എല്ലാവർക്കും ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒടുവിൽ ആദ്യം ഇയ്യോബ് പറഞ്ഞ മറുപടി ഒടുവിൽ അല്പം കൂടെ വ്യക്തമായി ദൈവം മറുപടി കൊടുക്കുകയാണ്. 42-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ഇയ്യോബിന്റെ മറുപടി: നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ അസാധ്യമല്ല. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കകത്തെല്ലാം ഒരുപാട് ദൈവിക പദ്ധതികളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ഉഴന്നു വലയുന്നവരായിരിക്കാം. ഇന്ന് നിങ്ങൾ പല കാര്യത്തിലും ഒരു അർത്ഥമോ ഒരു ആൻസറോ അല്ലെങ്കിൽ ഒരു മറുപടിയോ കിട്ടാത്തവരായിരിക്കാം. എവിടെ ചെന്ന് നിൽക്കും, എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വള്ളം പോകുന്നത് പോലെ ദിശയില്ലാതെ ഏത് ദിശയിലേക്ക് പോകുന്ന അറിയാതെ കാറ്റടിച്ചു കൊണ്ടുപോകുന്ന പോലെ നിങ്ങൾ പോകുന്നവരായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളെ ഒരിടത്ത് ഉറപ്പിക്കും. ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ എന്ന് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ പറയുക: ദൈവം എനിക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കും. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചോദ്യങ്ങൾ പലപ്പോഴും പ്രതീക്ഷിച്ച സമയത്ത് വിടുതൽ വരാതെപ്പോഴാണ് നമ്മുടെ ചോദ്യങ്ങൾ. അത് നമ്മളോട് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം. ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് 9-ാം അധ്യായം 20-ാം വാക്യം, റോമർ 9:20 എഴുതിയിരിക്കുന്നു: അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും നമുക്കത് ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയില്ല എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്, എന്തിനു വേണ്ടിയാണ് ദൈവം ഈ സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നത്. നമ്മൾക്കറിയില്ല. ദൈവം ചിലപ്പോൾ കടത്തിവിടും. പക്ഷെ അതിനപ്പുറത്തേക്ക് വരുമ്പോൾ, ഇപ്പൊ ഈ ലാസറിന്റെ വീട്ടിലേക്ക് യേശുവിനെ വിളിച്ചിരുന്നു. ലാസർ രോഗിയായ സമയത്ത് എന്നെ പ്രാർത്ഥിക്കാനായിട്ടോ സൗഖ്യമാക്കാനൊക്കെ ആയിട്ടോ. പക്ഷെ യേശു പോയില്ല. മരിച്ചിട്ടും യേശു പോയില്ല. അപ്പോൾ എന്തുമാത്രം ചോദ്യങ്ങളാണ് അവർ നേരിട്ടത്. ഏതെല്ലാം രീതിയിലുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ടായി, സംശയങ്ങളുണ്ടായി. ഒരിക്കൽ പോലും ലാസർ 4-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ് കർത്താവ് ചെയ്യുന്ന ആരും ചിന്തിച്ചിട്ടില്ല. ആർക്കും അറിയത്തില്ല. യേശുവിനല്ലാതെ ശിഷ്യന്മാർക്കോ മാർത്തയ്ക്കോ മറിയയ്ക്കോ അറിയത്തില്ല ഇത് 4-ാം ദിവസം ഉയർക്കാനുള്ളതാണ്. നമ്മളും അങ്ങനെയാണ്, ആകുലപ്പെടുകയാണ്. നമ്മൾ അറിയുന്നില്ല ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികൾ. ദൈവത്തിന്റെ വിചാരങ്ങൾ വലുതല്ലേ, വ്യത്യസ്തമല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത പദ്ധതികളാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ വിശ്വസിക്കേ, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമെന്ന് മാത്രം പറയുമ്പോൾ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നും ദൈവത്തിന് സമയമാകുമ്പോൾ എന്തോ ചെയ്യാനുണ്ട് എന്ന് മാത്രം പറയുക. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അത് കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. നമ്മൾ ആ മഹത്വം, നമ്മൾ നേരത്തെ മഹത്വം വിശ്വാസത്താൽ അർപ്പിച്ചോ, മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. അത് മഹത്വത്തിന് വേണ്ടിയാണ്. എൻ്റെ പ്രശ്നങ്ങൾ മരണത്തിന് വേണ്ടിയല്ല, മഹത്വത്തിന് വേണ്ടിയാണ്. ആമേൻ. ഞാൻ കടന്നു പോകുന്ന രോഗം മരണത്തിന് വേണ്ടിയല്ല, മഹത്വത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. 73-ാമത്തെ സങ്കീർത്തനത്തിൽ അവിടെ ആസാഫിന്റെ ഒരു വലിയ എന്താ പറയുന്നത്,
ഒരു 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 പരിഭവം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. എനിക്ക് അവരെ കണ്ടിട്ട് ഭയങ്കര അസൂയയും ദേഷ്യവും പ്രയാസമൊക്കെ തോന്നി. ദുഷ്ടന്മാരുടെ സൗഖ്യങ്ങൾ കാരണം ഞാൻ ബാധിക്കപ്പെടുന്നു, എനിക്ക് പ്രശ്നമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവസന്നിധി പോകുന്നു, എനിക്ക് മെച്ചമൊന്നുമില്ല. പക്ഷെ 17-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ അവരുടെ അവസാനം എന്താകുമെന്ന് ചിന്തിച്ചപ്പോൾ അവരെല്ലാം വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു. മരിച്ചകളാൽ അശേഷം മുടിഞ്ഞുപോയി. പിന്നെ ആളെ പോയപ്പോൾ അവരിവിടെ ഇല്ല. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചന എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അതേ പ്രിയമുള്ളവരെ, തകർന്നു പോകുന്ന ഒരു ജീവിതമല്ല ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. ദൈവം വീണ്ടും വീണ്ടും പണിതുകൊണ്ടിരിക്കുക. താൽക്കാലികമായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പണിയല്ല നിങ്ങളുടെ ജീവിതം. ശരിക്കും അടിസ്ഥാനം ഉറപ്പിച്ച് ദൈവം നിങ്ങളെ പണിയുക, പാറയിൽ ഉറപ്പിച്ച് പണിയുകയാണ്. പെട്ടെന്ന് പണിത് പോകുന്നതല്ല, കുറെ കഴിയുമ്പോൾ തകർന്നു പോകുമ്പോൾ ശരിയായ അടിസ്ഥാനമുള്ളത് കഷ്ടതകളുടെയും വേദനകളുടെയും യാതനകളുടെയും ഒക്കെ ഒരു വലിയ അടിത്തറ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെയിലത്ത് വാടിപ്പോകില്ല. ഹല്ലേലൂയ, ആമേൻ. ദൈവം നിങ്ങളെ പണിയും. നിങ്ങളുടെ ജീവിതം അർത്ഥമുള്ള ജീവിതമായി മാറും, ഒരു മീനിങ് ഉള്ള ജീവിതമായി മാറും. അത് അനേകർക്ക് സാക്ഷ്യമായിട്ട് തീരും. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇയോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവിൽ നാം പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ്. അവിടെയാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ദൈവാശ്രയവും ഒക്കെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. പലരും പരാജയപ്പെടുന്നത് അവിടെ തന്നെയാണ്. പ്രതിസന്ധികളുടെ നടുവിലും നഷ്ടങ്ങളുടെ സമയത്തും നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ എന്താണ് നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അത് നമ്മൾ പറയും. അത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, പിശാചും അത് നോക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ത്യജിച്ചു പറയും, നീ അവനുള്ള സംരക്ഷണം എടുത്തോ, ദൈവത്തെ ത്യജിച്ചു പറയും എന്ന് സാത്താൻ ഒരു പേപ്പർ എഴുതി ദൈവത്തിൻ്റെ കൊടുക്കുകയാണ്. ഇതാണ് ഇയ്യോബ് ചെയ്യാൻ പോകുന്നത്. ദൈവത്തെ ത്യജിച്ചു പറയും. പ്രശ്നങ്ങളെല്ലാം കൂടി, എല്ലാ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇയ്യോബിന്റെ ഭാര്യ അവൾ പറയുകയാണ്, നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് മരിക്കാം. അപ്പോൾ അവൾ ത്യജിച്ച് കളഞ്ഞു. നീ ഇയ്യോബും കൂടെ ഉള്ളു ത്യജിക്കാൻ. അവൻ പറഞ്ഞില്ല, ത്യജിക്കാനല്ല, ദൈവം നന്മ നൽകുന്നു, തിന്മയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ത്യജിച്ചു പറയാതെ സ്വീകരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, എൻ്റെ ദൈവത്തിന് ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. അതെ, ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. അവൻ നമ്മളെ ചൊവ്വയുള്ള വഴി നടത്തുകയാണ്. അവൻ്റെ ആലോചനയും നമ്മളെ നടത്തുകയാണ്. പാർപ്പാൻ തക്ക പട്ടണത്തിൽ നാം എത്തേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉയർച്ചകളെ ദൈവം എണ്ണുന്നുണ്ട്. 56-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം നിങ്ങളുടെ ഉയർച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നു, അവൻ്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയ കർത്താവേ, ഈ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്ന സകല കർത്താവെ ഉയർച്ചകളുടെ നടുവിലും നേരിടുന്ന അനേകം ചോദ്യങ്ങളുടെ നടുവിലും ഉറപ്പിച്ചു നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം പോകാതെ കർത്താവിൽ ആശ്രയിച്ച് അടിയുറച്ച് ദൈവപ്രവൃത്തി കാണുമ്പോഴേയും കാത്തിരിപ്പാൻ സഹായിക്കണം. കർത്താവ് അത്ഭുതം ഇന്ന് ചെയ്യേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ മക്കളെ ഉറപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അവരെ പൊതിയണമേ. എൻ്റെ മഹത്വം അവരിൽ കാണട്ടെ, അത്ഭുതം കാണട്ടെ. ഇന്നുവരെ കാണാത്ത കർത്താവെ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെല്ലാം വെളിപ്പെട്ടു വരും. ഞങ്ങളത് വിശ്വസിക്കുന്നു, അത് സംഭവിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ കൊണ്ട് വ്യത്യസ്തമായതും ശ്രേഷ്ഠമായതുമായ അത്ഭുതങ്ങൾ കരുതിയിട്ടുണ്ട്. നിങ്ങൾ പറയുക, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ കരുതിയിട്ടുണ്ട്. അത് സംഭവിക്കട്ടെ. കുറെ പേർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ മിറാക്കുലസ് ഡേ.